സർ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേദിയിലിരുന്നത് വലിയ വിവാദമായിരുന്നു. പരിഹാസം ട്രോളുകളെല്ലാം അതിന് പിന്നാലെ എത്തി. ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഇരുന്നതിൽ എന്തെങ്കിലും ഒരു അപാകതയുണ്ടോ? BJP അധ്യക്ഷനായതുകൊണ്ട് ഇരിക്കാൻ പാടില്ല എന്നൊരു പറയുന്നത് ശരിയാണ്. അദ്ദേഹം ഒരു അസ്വാഭാവികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അസ്വാഭാവികത ഒന്നും അതിനകത്തിലില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ നമ്മുടെ പൊതു രാഷ്ട്രീയക്കാർ കാണുന്ന നിലപാടുമായിട്ട് അതിനകത്തൊരു അസ്വാഭാവികത തോന്നുന്നത് അദ്ദേഹം അവിടെ നേരത്തെ വന്നിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ശീലിച്ചിട്ട് നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് രാവിലെ 10 മണിയാണെന്നുണ്ടെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉദ്ഘാടകനും മറ്റ് എത്താറൊക്കെയുള്ളൂ. അതാണ് നമ്മുടെ ഒരു ശീലം. എങ്ങനെയായാലും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വൈകും. സമയത്തിന് വരുന്ന രാഷ്ട്രീയക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അതേപോലെ തന്നെയാണ് വേദിയിലും വരുന്ന ആളുകളുടെയൊക്കെ അവരൊക്കെ ഒരിക്കലും സമയം ഒന്നും കൃത്യമായിട്ടൊന്നും പാലിക്കാറില്ല. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ വരുത്തുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പേരൊക്കെ സമയത്തിനൊക്കെ വരുന്നുണ്ട്. മറ്റേതൊന്നും അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒന്നും അങ്ങനെകളില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാജീവ് പ്രധാനമന്ത്രിയുടെ വേദിയാണ്. പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ട വേദിയാണ്. രാജ്യം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് ഇവിടെ. അപ്പൊ സാധാരണഗതിയിൽ പറയേണ്ട പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിശക്തമായ സെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത്. നമുക്ക് പത്രലേഖകർക്ക് പോലും മീഡിയ പേഴ്സൺസിന്റെ പാസുകളൊക്കെ തന്നെ എത്ര നാൾ മുമ്പ് SP തരുന്നതില്ലേ? കോട്ടയം SP-ക്ക് അതായത് ജില്ലാ SP മാനത്ത് നമ്മളിത് തിരുവനന്തപുരം SP-ക്ക് പാസിന് അപേക്ഷിച്ച് അതിനുശേഷം അവരുടെ ക്ലിയറൻസും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെപ്പോലും അവിടെ ആ മീഡിയ പേഴ്സൺസിന് പോലും അവിടെ സീറ്റുകളും മറ്റേ നമുക്ക് എൻട്രി ചെയ്യുള്ളൂ. അത് തന്നെ ചില റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. നമുക്ക് ചെല്ലാൻ പറ്റാത്ത ഏരിയകളുമുണ്ട്. ഇത്ര സ്ഥലത്ത് നിന്ന് നമുക്ക് കവർ ചെയ്യാനൊക്കെ. അതിനെക്കാട്ടിൽ അതീവ സുരക്ഷിതമായ സ്ഥലം, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദി തന്നെയാണ്. ആ വേദിക്ക് അങ്ങേ അറ്റത്തെ സെക്യൂരിറ്റി ഉണ്ടാകും. പ്രത്യേകിച്ച് SPG കമാൻഡോസിന്റെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലാണത്. അവരാണത് പരിപൂർണമായിട്ട് നിയന്ത്രിക്കുന്നത്. നമ്മുടെ മലയാളത്തിലൊരു വാക്ക് പറയത്തില്ലേ, SPG അറിയാതെ ഒരു ഈച്ച പോലും ആ സ്റ്റേജിൽ കൂടെ പറക്കത്തില്ല. അതാണ് അവരുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കുന്ന കരുതലെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു വേദിയിൽ ആരും നിർദ്ദേശിക്കാതെ, എവിടുന്നെങ്കിലും ക്ഷണം കിട്ടാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അംഗീകാരം ഇല്ലാത്ത ഒരാളിന് കയറി ഇരിക്കാൻ പറ്റുമോ? അതിനെ നമ്മുടെ രാഷ്ട്രീയ അല്പത്തരം എന്നൊന്നും പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിനകത്തിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം BJP-ക്കാരനാണ്. എല്ലാവരും അറിയാവുന്ന കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തോടൊപ്പം തന്നെ മുൻ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു മന്ത്രിയുമാണ് അദ്ദേഹം. ഒരു നിസ്സാരക്കാരനായ പെൻഷനൊന്നും അല്ലത്. അദ്ദേഹത്തിന് ആ വേദിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പ്രോട്ടോകോൾ നിശ്ചയിച്ചതെന്ന് പറയുന്നു. അല്ലെങ്കിൽ അവിടുന്ന് വന്ന തീരുമാനപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇരുത്തിയെന്ന് പറയുന്നു. ഇത് ശരിയാണ്. അത് അവർക്ക് എടുക്കാവുന്ന നിലപാടാണ്. അതിന് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരോ മറ്റാരും അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു? മറ്റു മന്ത്രിമാർക്കൊന്നും ഈ വേദിയിലേക്ക് കയറാനുള്ള അനുവാദമില്ല. അവർക്ക് VIP ലോഞ്ചിൽ പോയിരിക്കാം. VIP ലോഞ്ചിലോ അവർക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റുകളിലേ പോയിരിക്കാൻ പറ്റുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ അത് ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? നേരെ വേദിയിൽ പേരെഴുതിയ ഇരിപ്പിടം, ആ പേരെഴുതിയ ഇരിപ്പിടത്തിൽ മാത്രമാണ് അത് ഇരുന്നത്. അതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്നത് അല്പം നേരത്തെ അദ്ദേഹം വന്നുപോയി എന്ന് വിചാരിച്ചതൊരു കുറ്റമാണ്. അതിനെ നമുക്ക് കുറ്റമായിട്ടൊന്നും കാണാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ ഇരുന്ന ശേഷം ആ സദസ്സിലെ ഉണ്ടായിരുന്ന ആളുകൾ ഭാരത് മാതാ ജയ്, നരേന്ദ്രമോദി ജയ് അദ്ദേഹമൊക്കെ സിന്ദാബാദ് വിളിക്കുകയും ജയ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിനൊരു പ്രത്യേക അഭിവാദനം ചെയ്തു എന്നുള്ളതല്ലാതെ അദ്ദേഹം മറ്റൊന്നും ചെയ്തിട്ട് നമ്മൾ ഈ ടെലിവിഷനിലോ മറ്റേതിലോ കണ്ട ഒരു അറിവ് വെച്ച് നോക്കുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എന്തെങ്കിലും മറ്റു തരത്തിലുള്ള പ്രവർത്തനം എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയോ ഒന്നും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പൗരന്റെ പ്രതികരണമാണ്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ നമ്മളും പ്രതികരിക്കണം. അത് സ്വാഭാവികത എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തിലൊന്നും അദ്ദേഹത്തെ ആശുപത്രി കാണിക്കേണ്ടതും ഡോക്ടറെ കാണിക്കേണ്ടതായ നിലപാടുണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും അഭിപ്രായമില്ല. പിന്നെ നമുക്ക് പറയാം, നമുക്കൊക്കെ എല്ലാ യോഗങ്ങളിലും നമുക്ക് നമ്മുടെ തുറമുഖത്തിന്റെ മന്ത്രിക്ക് മാത്രമേ അവിടെ അനുവാദം ഉണ്ടായി.
പ്രോട്ടോകോൾ പ്രകാരം അത് ഉള്ള പെർമിഷൻ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പ്രോട്ടോകോൾ. അപ്പം നമ്മുടെ ക്യാബിനറ്റിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ 2ാം റാങ്കുകാരനായ മന്ത്രി അവിടെ ഇരിക്കുന്നു, 3ാം റാങ്കുകാരനായ മന്ത്രി പിന്നെ വേദിയിലിരിക്കുന്നു, സദസ്സിലിരിക്കുന്നു എന്നും പറഞ്ഞിട്ടൊന്നും പരിഭവിച്ചിട്ട് കാര്യമില്ല. അതിന് കറക്റ്റായ കാര്യമാണ്, വളരെ കൃത്യമായ കാര്യമാണ്. അപ്പോൾ ആ പ്രോട്ടോകോൾ അവിടെ അനുസരിച്ചേ പറ്റുള്ളൂ. ഒന്നും ചെയ്യാനൊക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അതേപോലെ ഒരു കാര്യം തന്നെയാണ് ഈ നമ്മൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി എഴുന്നേറ്റ് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ തിരുത്തിയില്ല, അത്തരം കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ വെറും ബാലിശമായ കാര്യങ്ങളാണ്. നമുക്ക് മുഖ്യമന്ത്രി ആയിരുന്ന ആ സമയത്ത് മൈക്ക് കൊണ്ടൊന്നും അവിടെ നിന്ന് എഴുന്നേൽക്കാനൊക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം കാര്യം VVIP സെക്യൂരിറ്റി നമ്മൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. നമ്മളെ അസാധാരണമായ ഒരു ചലനവും SPG അനുവദിക്കത്തില്ല അവിടെ. സംഭവമൊക്കെ ശരിയാണ്, നമ്മൾ VIP ആണ് VVIP ആണെന്നൊക്കെ പറഞ്ഞാലും അവർ പറയുന്ന മാനദണ്ഡത്തിനപ്പുറത്ത് ഒരു മൂവ്മെൻറ്റും അവരവിടെ അനുവദിച്ചിട്ടില്ല. അതാണ് അവരുടെ ചിട്ട, അതാണ്. ആ ചിട്ടയിൽ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം വിഷയങ്ങളുണ്ടായ സമയത്ത് രാഷ്ട്രീയക്കാരുടേതായ സ്വാഭാവിക പ്രതികരണങ്ങൾ വരും. പിന്നെ നമ്മൾ അത്തരത്തിൽ കണ്ടാൽ മതി, അങ്ങനെ അതിനെ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ആ ട്രോളൊക്കെ പിന്നീട് ഉണ്ടായത്. മുഖ്യമന്ത്രിയൊക്കെ പരിശോധനയ്ക്ക് പോയ സമയത്ത് എന്തിനാണ് കുടുംബത്തെ കൊണ്ടുപോയത്, അത്തരം കാര്യങ്ങൾ അതിന് 3 ദിവസം മുമ്പുണ്ടായ കാര്യങ്ങളാണ്. അത് ശരിയല്ല, അതും ശരിയല്ല. മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോകാം, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ മുൻ സീറ്റിലെ കൊച്ചുമകനെ ഇരുത്താം, പിന്നെ ഭാര്യയോ മകളോ ഒക്കെ കൊണ്ടുപോകുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. തുറമുഖം കാണിക്കാം, പുതിയതായിട്ട് കമ്മീഷൻ ചെയ്യാൻ തുറമുഖമാണ്, അത് കാണിക്കുന്നതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ മുഖ്യമന്ത്രി ചെയർ ചെയ്യുന്ന, അധ്യക്ഷത വഹിക്കുന്ന ഒരു യോഗം അതിനകത്ത് കാണുന്നുണ്ട്. അതെന്തായാലും വെറുതെ കാഴ്ച കാണാൻ വേണ്ടി ഒരിക്കൽ യോഗമൊന്നും അല്ലല്ലോ അത്. ആ യോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റി സംബന്ധിച്ച്, പ്രധാനമന്ത്രിയുടെ സുരക്ഷ, മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ആ ഫൈനൽ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ആലോചനാ യോഗമായിരിക്കും. അവിടെ കുടുംബാംഗങ്ങൾ ഇരിക്കുന്നത് തെറ്റായ കാര്യം തന്നെ. കുടുംബാംഗങ്ങൾ ആ യോഗമാണ്, ആ മീറ്റിംഗാണ് അവിടെ നടന്നതെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഇരിക്കാനുള്ള അധികാരം അവിടെ ഇല്ല. അതാണ് തെറ്റ്, അത് തെറ്റ് തന്നെയാണ്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ യോഗമാണ്. കൂടെ കൊണ്ടുപോവുക, കപ്പൽശാല കാണിച്ചു, അതിനകത്തൊന്നും വിരോധമില്ല. മറ്റു കാര്യങ്ങൾ കൗതുകമാണ്, ചെറിയ കുട്ടിയാണ്, മകളാണ്, ആ ആനുകൂല്യങ്ങളൊക്കെ നമുക്കവിടെ കൊടുക്കാം. പക്ഷേ സെക്യൂരിറ്റി ഇഷ്യൂവിനകത്ത് കയറിയിരിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവോ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇതിനകത്തിൽ പറയുമ്പോൾ പെട്ടെന്നൊരു ചെറിയൊരു എക്സാമ്പിളൂടെ അങ്ങ് പറയാം. നമ്മുടെ സുധാകരൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ പൊതുമരാമത്ത്, മുഹമ്മദ് റിയാസിന് മുമ്പ് പൊതുമരാമത്ത് ഭരിച്ച കേരളത്തിലെ CPMൻ്റെ വളരെ മുതിർന്ന നേതാവാണ്. അത് പറഞ്ഞാൽ വളരെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ സത്യസന്ധനായ ഒരു മന്ത്രി എന്നുള്ളൊരു നല്ല പേരോടുകൂടി തന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് തിരിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ, പല പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. ഞാൻ കണ്ട ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്ത് നമ്മൾ പ്രോട്ടോകോൾ പറയുമ്പോൾ അദ്ദേഹം സുധാകരനെ എനിക്ക് ഈ സംഭവം ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. ഒരിക്കൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റെ കാറിലാണ് അദ്ദേഹം വന്നത്. അന്ന് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ ശേഷം അന്ന് സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, CPMൻ്റെ കുറച്ച് നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിലേ ബസ് റൂട്ടുള്ളൂ അവിടെ, അല്ലെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ സൈക്കിൾ, അങ്ങനെയൊക്കെയുള്ളൊരു മിനിമം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റേ 1-2 ആളുകൾ ചെന്ന് ചോദിച്ചു, സഖാവേ ഞങ്ങളെ കൂടെ ആ ബസ് സ്റ്റാൻഡിൻ്റെ ആ റോഡിലേക്ക് ഒന്ന് ഇറക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സീനിയറായ മനുഷ്യനാണ്, അങ്ങനെ കൊണ്ടുപോകാൻ. പക്ഷെ അന്ന് സുധാകരൻ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, ഇത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് പ്രസിഡന്റ് സഞ്ചരിക്കാനുള്ള വാഹനമാണ്, ഒരു കാരണവശാലും നിങ്ങളെ ഇതിൽ കയറ്റുന്ന പ്രശ്നമില്ല. അതിനകത്തിൽ നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ മറ്റുകൊണ്ടോ ഒന്നുമല്ല, ഇത് സർക്കാരിൻ്റെ പണമാണ്, സർക്കാരിൻ്റെ പരിപാടികളാണ്. അത്തരം പരിപാടികൾ സംബന്ധിക്കുമ്പോൾ നിങ്ങളെ നല്ല, എൻ്റെ ഭാര്യയോ മക്കളോ വന്നാൽ പോലും ഞാൻ അവരെ വണ്ടിയെ കയറ്റത്തില്ല എന്ന് പറയാം. അദ്ദേഹം വണ്ടി വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയക്കാരുടെ, നമ്മൾ പലതും കണ്ടിട്ടുള്ള ആളുകളുടെ നമ്മുടെ ആ നാട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. കമ്മ്യൂണിസത്തെ ഞാൻ പറഞ്ഞില്ല, കമ്മ്യൂണിസത്തിൽ തന്നെ ഒരു കമ്പാരിസനാണ് ഞാനിപ്പോൾ നടത്തിയത്. ഞാൻ ഈ രണ്ട് സംഭവങ്ങൾ, ഈ സുധാകരണ സംഭവം ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളും. തീർച്ചയായും സർ, അതായത് ഒരു സ്ഥാനത്തിന്റെ പ്രത്യേകതയും അതിന്റെ മഹത്വവും മനസ്സിലാക്കി തന്നെയാണ് രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നതുകൂടി ശ്രദ്ധേയമാണ്.